നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം ഈ ഒരു പൊസിഷൻ വിലയിരുത്താം. ഇവിടെ വൈറ്റിൻ്റെ കിങ് സൈഡ് വളരെ സേഫാണ്. അതുപോലെ വൈറ്റിൻ്റെ പീസുകളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് H5 ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയും അത് പൂർണ്ണമായും വൈറ്റിന് നിയന്ത്രിക്കുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ B3 ബിഷപ്പ് F7 പോണിനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് G6 സ്ക്വയർ വീക്കാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. എന്നാൽ ബ്ലാക്കിൻ്റെ പീസ് ഡെവലപ്മെൻറ്റ് പൂർണ്ണമായും നടന്നിട്ടില്ല. ഡെവലപ്പ് ചെയ്ത പീസുകൾ പോലും നല്ലൊരു പൊസിഷനിലുമല്ല ഇരിക്കുന്നത്. കിങ് സൈഡ് വൈറ്റിൻ്റെ കരുക്കളാൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പൊസിഷനിലുമാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ചെസ്സിൽ മൈനർ പീസുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് നമുക്ക് ഈ ഗെയിം ഉപകരിക്കും. നൈറ്റ് F5 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിന് ഒരു ആക്രമണമുണ്ട്. എന്നാൽ നൈറ്റിനെ G6 ഇരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയെടുക്കുകയും ചെയ്യാം. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ക്യൂന് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുത്ത് ഒരു ചെക്ക് നൽകുവാനുള്ള അവസരം വൈറ്റിന് ലഭിക്കും. അതുകൊണ്ട് റൂക്ക് ടേക്സ് D2, നൈറ്റ് ടേക്സ് E7 ചെക്ക്. വൈറ്റിൻ്റെ റൂക്കിനെ വെട്ടിയെടുക്കുന്നതിന് പകരം നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കിങ്ങിനെ ആക്രമിക്കുവാൻ ഈ അവസരം വൈറ്റ് ഉപയോഗിക്കുന്നു. കിങ് F8, നൈറ്റ് ക്രോസ് C8. നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുത്ത് ക്യൂനിനെ ആക്രമിക്കുന്നു. റൂക്ക് ടേക്സ് D1. ബ്ലാക്കിന് ഒരു റൂക്ക് എക്സ്ചേഞ്ച് കൂടി നടത്തുവാൻ സാധിക്കുന്നു. റൂക്ക് ടേക്സ് D1. വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിന് ഒരു ആക്രമണമുണ്ട്. ക്യൂൻ C7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ സംരക്ഷിക്കുന്നു. ബിഷപ്പ് ടേക്സ് C5 ചെക്ക്. കിങ് G8. വൈറ്റിൻ്റെ മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ നല്ല ഒരു ആക്രമണം നടത്തുവാൻ വൈറ്റിന് സാധിക്കുന്നു. നൈറ്റ് E7 ചെക്ക്. കിങ് H7, H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിനെ ചെക്കിൽ നിന്ന് മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്നു. നൈറ്റ് G5 ചെക്ക്. വൈറ്റിൻ്റെ അടുത്ത നൈറ്റിനെ കൂടി ആക്രമണത്തിൽ പങ്കാളിയാക്കുന്നു. കിങ് H6, നൈറ്റ് ടേക്സ് F7 ചെക്ക്. കിങ് H5. വൈറ്റിൻ്റെ മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ നിരന്തരമായി ആക്രമിക്കുവാൻ സാധിക്കുന്നു. അത് ബ്ലാക്കിൻ്റെ കിങ്ങിനെ ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും വളരെ മോശം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് H1 ചെക്ക്. വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ടുകൂടി ബ്ലാക്കിൻ്റെ കിങ്ങിനെ ആക്രമിക്കുവാൻ സാധിക്കുന്നു. കിങ് G4. ബ്ലാക്കിൻ്റെ കിങ്ങിനെ വൈറ്റിൻ്റെ കരുക്കളുടെ മധ്യഭാഗത്തേക്ക് എത്തിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ബിഷപ്പ് E6 ചെക്ക്. കിങ് F4. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് വൈറ്റിൻ്റെ കരുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കാത്ത ഒരു പൊസിഷനിലെത്തിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് H4 ചെക്ക്മേറ്റ്. ബ്ലാക്ക് അഞ്ചാമത്തെ നീക്കത്തിൽ KG8 എന്ന നീക്കത്തിന് പകരം ക്യൂൺ ടേക്സ് C5 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ക്യൂൺ ടേക്സ് C5, റൂക്ക് D8 ചെക്ക്മേറ്റ്. ബ്ലാക്കിൻ്റെ എട്ടാമത്തെ നീക്കം KH5 എന്ന നീക്കത്തിന് പകരം KH7 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് H7, റൂക്ക് H1 ചെക്ക്. ബിഷപ്പ് H6, റൂക്ക് ടേക്സ് H6 ചെക്ക്. കിങ് G7, റൂക്ക് ടേക്സ് G6 ചെക്ക്. കിങ് H7, നൈറ്റ് G5 ചെക്ക്. കിങ് H8, റൂക്ക് G8 ചെക്ക്മേറ്റ്.